കാര്യത്തിന്റെ അമിതമായ വിലവർധനം വന്നപ്പോൾ നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് ഇവിടെയുള്ള ക്ഷീരസംഘത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ.സി. ജോസഫ് അവരെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ പ്രവർത്തനങ്ങൾക്കും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി ഓമന മുരളിയെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ, നിലവിൽ കൈതക്കെട്ട് വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ടി.ആർ. ഷൗക്കത്ത് അവരെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. 19 വാർഡിന്റെ മെമ്പർ ശ്രീഗിരിയുമായ നമ്മുടെ പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ അജിതകുമാരിയെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. മറ്റ് നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ അംഗം കൂടിയായിട്ടുള്ള പി രാധാകൃഷ്ണപിള്ള അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സലീമണ്ണനെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ക്ഷീര കർഷകരെ മുഴുവനെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സംഘത്തിന്റെ സെക്രട്ടറി, മറ്റ് ജീവനക്കാർ, അവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് അത് വളരെ ലളിത മനോഹരമായ ഒരു ചടങ്ങാണ് രാവിലെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഓമന മുരളി ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് കാര്യങ്ങളെല്ലാം വിശദീകരിക്കും. 2 മെമ്പർമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത്, എൻ്റെ പ്രിയ സുഹൃത്തും മെമ്പറും ഒക്കെ ആയിട്ടുള്ള ശ്രീ ടി.ആർ. ഷൗക്കത്ത് ഇവിടെ ഉണ്ട്. സംഘത്തിൻ്റെ പ്രസിഡന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനർ സുധീർ, കമ്മിറ്റി അംഗങ്ങൾ ശ്രീ ടി.പി. രാധാകൃഷ്ണപിള്ള, ശ്രീ എസ്.എം. സലീം, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും, ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല, എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. സംഘത്തിലെ ജീവനക്കാർ, സുഹൃത്തുക്കൾ. നമുക്ക് ഇന്നലെ വൈകിട്ടാണ്, ഏതാണ്ടൊരു സന്ധ്യയോട് കൂടിയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് വളരെ വേഗം, ഒരു പക്ഷേ നാളെ വിജ്ഞാപനം എങ്ങാനും വന്നാൽ പിന്നെ ആ ചടങ്ങ് നമുക്ക് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ പെരുമാറ്റച്ചട്ടവും കൂടെ ചേർത്തായിരിക്കും വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പ്രയാസം വരും എന്നുള്ളത് കൊണ്ടാണ് വളരെ വേഗം ഞങ്ങൾ ഇങ്ങനെ ഒരു ആലോചന നടത്തി. പ്രസിഡന്റ് ഞാനും സുധീറും കൂടെ ആലോചിച്ച് ഇപ്പോൾ ഇവിടെ വെച്ച് നടത്താം എന്ന് പറഞ്ഞാണ് രാവിലെ കൂടിയിട്ടുള്ളത്. 32 ലക്ഷം രൂപയാണ് ഈ വർഷം ബ്ലോക്കിലെ ക്ഷീരസംഘങ്ങളിലൂടെ, ക്ഷീരസംഘത്തിൽ